കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആ എക്സാമിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16 ആൻഡ് 17 ആണ് എക്സാം നടക്കുന്നത്. കർണാടകയിൽ വെച്ചിട്ടായിരിക്കും എക്സാം. അതിന്റെ രജിസ്ട്രേഷന്റെ ഡേറ്റ് ജാനുവരി 23 മുതൽ ഫെബ്രുവരി 18 വരെയാണ്. ഓക്കെ, ആരൊക്കെയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഈ വീഡിയോയിൽ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഈ വർഷം കർണാടകയിലെ ഏതെങ്കിലും കോളേജുകളിൽ നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഡെന്റൽ, BSc അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, ബിഫാം, ഹെൽത്ത് അലീഡ് കോഴ്സുകൾ, ഇതിൽ ഏതെങ്കിലും കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും KCET രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതില് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടാത്ത കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതായത് മെഡിക്കൽ, ഡെന്റൽ പോലുള്ള കോഴ്സുകൾക്ക് KCET രജിസ്റ്റർ ചെയ്താൽ മതി. അത് നീറ്റിന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും അഡ്മിഷൻ. KCET രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മോണിറ്ററിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഈ CET എക്സാം അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ വഴി കാണാം. അത് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ അതിന്റെ അസിസ്റ്റൻസ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ ഈ വീഡിയോയ്ക്ക് കമന്റ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ റിപ്ലൈ തരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് രജിസ്ട്രേഷന് മുമ്പ് എന്തൊക്കെയാണ് നമ്മളുടെ കരുതി റെഡിയാക്കി വെക്കേണ്ടതെന്ന് നമുക്ക് പറയാം. ആദ്യമേ നിങ്ങളെ 10th മാർക്ക് ലിസ്റ്റ്, അതുകൂടാതെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് JPG ഫോർമാറ്റിലുള്ളത്, അതുകൂടാതെ നിങ്ങളൊരു സിഗ്നേച്ചർ, ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അതും JPG ഫോർമാറ്റിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അത് രണ്ടും 50 KB സൈസിൽ കൂടരുത്. പിന്നെ ജനറൽ വിഭാഗങ്ങൾക്ക് നോൺ കർണാടകയ്ക്ക് 750 ആണ് അനൗൺസ് ചെയ്തത്. ബട്ട് ഫസ്റ്റ് ഡേയിൽ തന്നെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. 2500 ആണ് പേയബിൾ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നതെന്ന്. അത് ഓൾറെഡി ക്ലാരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എപ്പോഴും രജിസ്ട്രേഷന് വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ cet.online.karnataka.gov.in/KEA അത് ഓപ്പൺ ആക്കി പോവുക. ആ ലിങ്ക് ഓൾറെഡി കമന്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി പോവുക. ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴി പോകാതെ ഡയറക്റ്റ് പോകുക. ഓക്കെ, അതുകൂടാതെ നിങ്ങളുടെ അടുത്ത് ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയും ഒരു ഫോൺ നമ്പർ, OTP റിസീവ് ചെയ്യുന്ന ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിലായിരിക്കും ഫർദർ കമ്മ്യൂണിക്കേഷൻ CET എക്സാമിനെ പറ്റിയുള്ളത് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് എൻട്രി ആവുക. ഓക്കെ, ഇനി ഒന്നും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CETയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇത് കന്നഡയിലായിരിക്കും. നമുക്ക് റൈറ്റ് സൈഡിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കന്നഡ എഴുതി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്നുള്ള വരും. ഓക്കെ, അത് ചേഞ്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഇംഗ്ലീഷ് വിൻഡോയിലേക്ക് മാറും. ഇതിൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്ക് UG CET 2025 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോയിലെത്തും. ഈ ഒരു വിൻഡോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ബ്രീഫ് തന്നായിരുന്നു ഏതൊക്കെയാണ് കോഴ്സിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനകത്ത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഡെന്റൽ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് SSLC എന്തൊക്കെയാണ് അതിനകത്ത് റിക്വയർമെന്റ് ഉള്ള ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ രജിസ്ട്രേഷന് വേണ്ടി. ഓക്കെ, ഇതിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷനിലേക്കാണ് പോകേണ്ടത്. നമ്മളോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രം രജിസ്റ്റേർഡ് യൂസർ നമുക്ക് ക്ലിക്ക്. ഇതിൽ കൂടുതലും കർണാടകക്കാർക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഫസ്റ്റിൽ തന്നെ കർണാടകയിൽ നിന്ന് പഠിച്ചതാണോ അല്ലയോ എന്നുള്ളതാണ്. അത് നമുക്ക് നോയാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഫില്ല് ചെയ്യുക. റൈറ്റ് സൈഡിലെ എസ് കൊടുത്ത് കർണാടകയാണ്, നോ കൊടുത്തിട്ട് ബാക്കി താഴേക്ക് പോവുക. ഏത് ബോർഡാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്യുക. CBSE ആണെങ്കിൽ CBSEക്കാരുടെ ഏതാണോ അത് സെലക്ട് ചെയ്ത് പോകുക. നെക്സ്റ്റ് SSLC റോൾ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് SSLC ബുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കാൻ പറയുന്നത്. ബാക്കി ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടി വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുൾ നെയിം, പേരന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മദർ നെയിം, പാസ്സായ വർഷം, ഈ എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം ഫില്ല് ചെയ്യണം. പേര് കൊടുക്കുമ്പോൾ SSLC ബുക്കിലെ അതേപോലെ തന്നെ പേര് കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം തന്നെ കൊടുക്കുക. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കുക.
ഓക്കെ, സാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി, നേരത്തെ പറഞ്ഞ ഇമെയിൽ ഐ ഡി, രജിസ്റ്റർഡ് ഇമെയിൽ ഐ ഡി വേണമെന്ന് പറഞ്ഞതാണ് രജിസ്റ്റർഡ് ഇമെയിൽ ഐ ഡി ഉള്ളത്, നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത്, അത് എൻട്രി കൊടുക്കുക. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ +2 ആണ്, +2 തന്നെ കൊടുത്തേക്കും. സയൻസ് ആണോ ഏതാണുള്ളത് നമ്മൾ എടുത്തേക്കുന്നത്, ഏത് സബ്ജക്റ്റ് ആണോ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞ് മൊബൈൽ നമ്പർ ആണ്, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പം OTP വരുന്ന മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. ഓക്കെ, കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒരു കാരണവശാലും മാറിപ്പോകുക, അത് ജെന്യൂൻ ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ അതായിരിക്കും നല്ലത്. ഓക്കെ, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുമ്പോൾ OTP വരും. ഓക്കെ, ആ OTP എൻ്റർ ചെയ്താൽ മാത്രമേ അത് വാലിഡേറ്റ് ആവുള്ളൂ. അത് വാലിഡേറ്റ് ആയി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഒരു 8 അക്കങ്ങൾ വരുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് അക്ഷരങ്ങളാകാം, അക്കങ്ങളാകാം, ലെറ്റേഴ്സ് ആകാം, ഡിജിറ്റ്സ് ആകാം. അത് വെച്ചിട്ട് ഒരു 8 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡ്, 8ഓ അതിന് മുകളിലേക്കോ വരുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കൊടുത്ത് വെരിഫൈ ചെയ്യുക. ഇനി അടുത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. ഫോട്ടോ JPEG ഫോർമാറ്റ് ഉള്ളതായിരിക്കണം, നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, 50 KB കൂടരുത്. എൻ്റെ ഇതിൽ PNG ആയതുകൊണ്ട് അത് ഫെയിൽ ആവുകയാണ്. ഇപ്പം ഫെയിൽ ആയാലും നമുക്ക് പിന്നീട് അതായത് ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും നമ്മുടെ ലോഗിൻ ID ആയിട്ട് യൂസ് ചെയ്യുന്നത്. പാസ്വേഡ്, ലോഗിൻ പാസ്വേഡ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മളുടെ ലോഗിൻ പാസ്വേഡും ആയിരിക്കും. ഓക്കെ, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിലേക്കും രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്കും വരും. ഓക്കെ, എന്നിട്ട് ഈ സെയിം യൂസർ ID ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ ലോഗിൻ ചെയ്യുവാണ്. അതായത് നമുക്ക് ഓൾറെഡി ഇപ്പം രജിസ്റ്റേർഡ് ID പാസ്വേഡ് കിട്ടി. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മളിപ്പം പുതിയത് ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ID പാസ്വേഡ് അടിച്ച് ക്യാപ്ച അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ വിത്ത് OTP കൊടുക്കുക. അപ്പം നമ്മൾ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് നമുക്ക് OTP വരും. ഓക്കെ, രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വന്ന OTP നമ്മൾ എൻ്റർ ചെയ്ത് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യണം. നമുക്കിവിടെ ഒരു ലോഗിൻ ബട്ടണോ രജിസ്റ്റർ ബട്ടണോ ഇല്ല. നമുക്ക് നേരെ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ വിൻഡോയിലേക്ക് വരുള്ളൂ. പുതിയ വിൻഡോ ഇതാണ്. നമ്മളുടെ ഫുള്ള് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് 7 പേജസ് ആണ് ടോട്ടൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് പേജിൽ നമ്മളെ ജനറൽ ഡീറ്റെയിൽസ് ആയിരിക്കും. അതിൽ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതൽ ഓൾറെഡി ഓട്ടോ ഫിൽ ആയിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ സമയത്ത് രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുത്തത് ഓൾറെഡി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മുകളിൽ നമുക്ക് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് നെക്സ്റ്റ് പേജിൽ വരുന്നുള്ളത്. എലിജിബിലിറ്റി ക്ലോസ് വരുന്നുണ്ട്, റിസർവേഷൻ വരുന്നുണ്ട്, സ്റ്റഡി ഡീറ്റെയിൽസ് വരുന്നുണ്ട്, NRI വാർഡ്, പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നത്, കോഴ്സ് ഡീറ്റെയിൽസ്, പിന്നെ പേയ്മെന്റ്, പിന്നെ ആപ്ലിക്കേഷൻ പ്രിന്റ്. ഇത്രയാണ് നമുക്ക് പ്രൊസീജിയേഴ്സ് വരുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇതില് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്ത് ഇല്ലാത്തത് മാത്രം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം കേരള, ഔട്ട്സൈഡ് കേരള, ലാംഗ്വേജ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്കിപ്പം ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്യുമ്പോൾ സേവ് ആയില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ജനറൽ ഡീറ്റെയിൽസ് എന്ന് കിടക്കുന്ന കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്നും കൂടെ കൊടുത്തിട്ട് സേവ് അടിച്ചാൽ സേവ് ആയിക്കൊള്ളും. ഓക്കെ, 1-2 ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നേരിട്ട് താഴെ സേവ് ആകുന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ജനറൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുകയാണ്, സേവ് വരും. ബാക്കി നമ്മൾ റിലീജിയസ് കാര്യങ്ങളെല്ലാം നമ്മൾ കാസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. ബാക്കി ഇവിടെ മലയാളം ലാംഗ്വേജ് അവർക്ക് ഇടാൻ മേലായിട്ടല്ല, ബാക്കി നാട്ടിലെ സകലമായ ലാംഗ്വേജും ഉണ്ട്. പക്ഷേ എന്നാലും എന്നാ പറയേണ്ടത്, തൊട്ടടുത്ത സംസ്ഥാനമായിട്ട് മലയാളം ലാംഗ്വേജ് ഓപ്ഷനിൽ കിടക്കുന്നില്ല. ഓക്കെ, എന്തായാലും അതേഴ്സ് കൊടുക്കുക. അതേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ഏതോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അതാണ് റെസിഡൻഷ്യൽ ഇന്ത്യൻ റെസിഡന്റ് ആണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് സേവ് അടിച്ചു കഴിയുമ്പോൾ ഓക്കെ, സേവ് ആയി. നമുക്ക് അന്നേരം നെക്സ്റ്റ് പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പേജ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പേജിലേക്കാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പോകുന്നത്. ഓക്കെ, ഇത് എലിജിബിലിറ്റി ക്ലോസ് ആണ് ഇതിൽ വരുന്നത്. എലിജിബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിത്തത്തിന്റെ എലിജിബിലിറ്റി അല്ല, ഇതിൽ റിസർവേഷൻ എലിജിബിലിറ്റി ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം കൂടുതലും അതിന് നമുക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. അത് അവിടുത്തെ കർണാടകയിലെ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് മെയിൻലി വരുന്നത്. ഇവിടുത്തുകാർക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ റിസർവേഷൻ ഒന്നും കർണാടകയിൽ കിട്ടാൻ സാധ്യതയില്ല CET-ന്റെ അണ്ടറിൽ പോകുന്ന കുട്ടികൾക്ക്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഫില്ല് ചെയ്യുക. കുറച്ച് നമുക്ക് ഒന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവൻ അതിനകത്ത് മാൻഡേറ്ററി ആണെന്ന് കാണിച്ചിട്ട് പോലും അത് ചെയ്യാണ്ട് വിട്ടാലും നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ബാക്കി ഇതിനകത്ത് ജസ്റ്റ് വായിച്ചു നോക്കി ഓരോന്നോരോന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അതിനകത്ത് ഏത് ക്ലോസ് ആണ്, ക്ലോസിനകത്ത് നമ്മൾ ഏതാണ്, അതായത് ഏതാണ് നമുക്ക് പെടുന്നതെന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളത് ആണ്, Y ക്ലോസിനകത്താണ് നമ്മൾ പെടുന്നത്. Y ക്ലോസ് പെടുന്ന കാര്യങ്ങളൊക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുള്ളവർക്ക് അത് വായിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകാം, ഇല്ലാത്തവർക്ക് അത് ഓടിച്ച് വിട്ടിട്ട് മുന്നോട്ട് പോയാൽ മതി. മാക്സിമം ഫാസ്റ്റിലാണ് ഇട്ടേക്കുന്നത്.
ഓക്കെ, ബാക്കി ഫില്ല് ചെയ്യാനുള്ള ഔട്ട്സൈഡ് കർണാടകയുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യുമോ. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഏതിലാണ് നമ്മളുടെ +2 കഴിഞ്ഞെന്നുള്ളത് അത് ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. കേരളയുടെ ഓപ്ഷൻ ഇല്ല, CBSEയുടെ ഓപ്ഷൻ ഇല്ല. പ്രൈവറ്റ് ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ, എയ്ഡഡ് കോളേജ് ആണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇത് മൂന്നിലും ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് നമ്മൾ അവിടെ വിട്ടേക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് പിന്നെ ഇയർ ഓഫ് അപ്പിയറൻസ്, പിന്നെ CET അഡ്മിഷൻ ടിക്കറ്റ് നമ്പർ നമ്മൾ പോയിട്ടില്ല, അത് ഓൾറെഡി ഞാൻ പറയേണ്ട ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ക്ലോസ് വൈ ആണ് നമ്മൾ ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഔട്ട്സൈഡ് കർണാടകക്കാർക്ക് ക്ലോസ് വൈ ആണ്, അതിനകത്ത് വേറെ നോക്കാനൊന്നുമില്ല. ഇതാണ് എല്ലാ A to Y വരുന്ന എല്ലാ ക്ലോസിന്റെയും ഡീറ്റെയിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ആവശ്യമുള്ളവർക്ക് അത് വായിച്ച് നോക്കാം. ഓക്കെ, അത് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ സൈറ്റിൽ 2 കിടക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുവാണെങ്കിൽ പെടട്ടെ, ഓക്കെ, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നില്ല, എന്നാലും അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവര് അത് നോക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, കാസർഗോഡ് സൈഡിൽ നിന്നുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് വായിച്ച് നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അവർക്ക് പല കാര്യങ്ങളിലും കർണാടകയുടെ ഈ റിസർവേഷനിൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തുളു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. അവർക്കൊരു സെപ്പറേറ്റ് എക്സാമും കൂടെ April 18 വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വിട്ടേക്കാം. ഓക്കെ, ഇതില് ഇപ്പം ബാക്കി കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഇപ്പം വായിച്ച് ഇതിനകത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓരോരോ ക്ലോസിലും എന്താന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് വായിച്ച് നോക്കിയിട്ട്, അതായത് 7 വർഷം മിനിമം അവിടെ പഠിച്ച് കണ്ടിന്യൂസ് പഠിച്ച ആളായിരിക്കും. അല്ലാണ്ട് ഒരു വർഷം വല്ലതും കർണാടകയിൽ പഠിച്ചിട്ട് ഞങ്ങൾ കർണാടകയിലെ സ്റ്റുഡന്റ് ആണെന്ന് പറയാൻ ഒരു കാര്യത്തിലും സമ്മതിക്കില്ല. 7 വർഷമെങ്കിലും മിനിമം പഠിക്കണം എന്നുണ്ട്. അത് നിങ്ങൾ ഇത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അല്ലാണ്ട് 2 3 വർഷം അപ്പം നമ്മുടെ ജോലി ചെയ്യുന്ന 2 വർഷമൊക്കെ ഞാൻ 2 വർഷം കർണാടകയിലായി, ഇനിയൊക്കെ കന്നഡയിലെ എനിക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഓടിക്കും. ഓക്കെ, അപ്പം അത് അവിടുത്തുകാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ കേരളത്തിലാണ്, കേരളത്തിലെ സ്റ്റുഡൻസിന് ഇതേപോലെ പല റിസർവേഷനും ഉണ്ട്. ഓക്കെ, അത് ഇതിന്റെ പുറത്തുള്ളവർ എന്താണ് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അതേ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും പിള്ളേർ പഠിക്കാന്നുള്ളപ്പം കോളേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവർ പറയുന്ന കേട്ട് അങ്ങോട്ട് പോയേ പറ്റൂ. ഓക്കെ, അത് പല കാര്യങ്ങളെ കൊണ്ട് പിന്നെ പറയേണ്ടത് നമ്മളുടെ വകുപ്പിന്റെ പിടിപ്പുകേട് പറയുന്നത്, അതെന്തെങ്കിലും ആട്ടെ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇതും റിസർവേഷൻ ആണ്. ഈ റിസർവേഷനിലും പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഇതിനകത്ത് ഓൾറെഡി നോ അടിച്ച് വന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അതിൽ നമുക്കും മേടിച്ചു കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഡിഫൻസ് എന്നുള്ള ആൾക്കാരുടെ കുറച്ചുണ്ട്, അതിൽ ആരെങ്കിലും എലിജിബിൾ ആകുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇതിനകത്ത് റിലീജിയസ് മൈനോറിറ്റിയുടെ കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകും തോന്നില്ല. നമുക്ക് പുറത്ത് ഏതും കൊണ്ട് പോകും. സെന്റ് ജോൺസ് നിങ്ങൾക്ക് സ്തുതി, ഒരാളെങ്കിലും പുറത്തുനിന്നുള്ളവർക്ക് എടുക്കുന്നുണ്ട്. അത് ഇതാണ്, MBBS മാത്രമേ എടുക്കുകയുള്ളൂ, പുറത്തുനിന്നുള്ളവരെ കൺസിഡർ ചെയ്യുള്ളൂ. അത് ഇതല്ല, നീറ്റിന്റെ എക്സാം ആണ്. പക്ഷെ രജിസ്റ്റർ ചെയ്യുമ്പോൾ CET കൂടെ രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. MBBS എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുക. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കേണ്ടത് വായിച്ച് നോക്കുക. ബാക്കി ഇതിനകത്തെല്ലാം ഓട്ടോ ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്, നോ അടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പം സ്റ്റഡി ഡീറ്റെയിൽസ് ആണ്. സ്റ്റഡി ഡീറ്റെയിൽസ് നമുക്ക് 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കൊടുക്കണം. എന്തിനാ ആവും, എന്താന്ന് വെച്ചാൽ ഓരോ സ്കൂളിന്റെ പേരും ക്ലാസ്സും വെച്ചിട്ട് മാർക്കും കാര്യങ്ങളൊന്നും വേണ്ട. ഓരോ വർഷം ഏത് സ്കൂളിൽ പഠിച്ചു, ഏത് ക്ലാസ്സിൽ പഠിച്ചു, ഓക്കെ, അത് മാത്രമാണ് കൊടുക്കേണ്ട. ഏത് ബോർഡാണ്, പരിപാടി കഴിഞ്ഞു. എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ബാക്കി എന്തെങ്കിലും ആകട്ടെ. ഓക്കെ, അവർ പറഞ്ഞ പോലെ ഇതിനകത്ത് കറക്റ്റ് കൊടുക്കുക. ഓരോ ക്ലാസ് ആയിട്ട്, അതായത് 12th 2025 കഴിഞ്ഞെങ്കിൽ 11th 2024, 10th 2023, അങ്ങനെ പുറകോട്ട് പോവുക. പുറകോട്ട് പോയി കഴിഞ്ഞ് 1ാം സ്റ്റാൻഡേർഡ് വരെ ഏത് വർഷമാണ് പഠിച്ചതെന്നുള്ളതും, അത് കൂടാതെ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നുള്ളതും, ഏത് ബോർഡിന്റെ കീഴിലാന്നുള്ളതും ഇത് കൊടുക്കുക. ഓക്കെ, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് നമുക്ക് ഔട്ട് ഓഫ് കേരളയാണ്, ഔട്ട് ഓഫ് കർണാടകയാണ്, അത് കൊടുക്കുക. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓരോന്നോരോന്നായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പം ഒരു സംസ്ഥാനത്തെ തീരുമാനം ആയതുകൊണ്ട് അത് അവർ പറയുന്ന പോലെ തന്നെ കറക്റ്റ് കൊടുത്തേ പറ്റൂ. അതിൽ നമുക്ക് തന്നെ പറയേണ്ടത് എന്തിനാണുള്ള ചോദ്യം ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല, അത് കൊടുത്ത് കൊണ്ടുപോകുക. ഇതൊക്കെ പണ്ടേ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരു രാജ്യമാണ്, ഒരു രാജ്യത്തിലെ ഗ്രേഡ് അനുസരിച്ചിട്ടോ ഒരു എക്സാമും ഒരേ രീതിയിൽ പഠിക്കാനും ഒരേ ഫീസ് സ്ട്രക്ചറിലൊക്കെ എത്തിക്കേണ്ട സമയമൊക്കെ പണ്ടേ കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് പോകുന്നത്, ആ ഓളത്തിനൊപ്പം പോവുക, അല്ലാണ്ട് പഠിക്കണ്ടേ, അല്ലാണ്ട് വേറെ കാര്യം നടക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റഡി ഡീറ്റെയിൽ കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്തെടുക്കാനുള്ളത് പിന്നെയും നമ്മുടെ NRI റിസർവേഷൻ ആണോ, NRI കോട്ട വേണമെന്നുള്ളതാണ്. NRI കോട്ടയുടെ കാര്യങ്ങളാണ്, വാർഡ് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണം. ആരെങ്കിലും NRIs ഉണ്ടെങ്കിൽ അവര് നാട്ടിലെ സ്പോൺസർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അതില്ലാത്ത NRI കോട്ട അല്ലാന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരിട്ട് നമുക്ക് അതിനകത്ത് നെക്സ്റ്റ് അടിച്ച് സേവ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനകത്ത് വേറെ പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഓക്കെ, അടുത്തത് പിന്നെ സൈന്. ഓക്കെ, നേരത്തെ സൈനും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആദ്യം പറഞ്ഞ പോലെ തന്നെ JPG ഫോർമാറ്റിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിട്ടേക്കുന്ന സൈന് ഫോട്ടോ ഞാൻ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു, അതിപ്പം അതുകൊണ്ട് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ആ ഫോട്ടോയും പിന്നെ സൈനും നമ്മൾ സെലക്ട് ചെയ്യുക, ഓരോന്നോരോന്നായിട്ടേ സെലക്ട് ചെയ്ത് നടക്കുള്ളൂ. ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഏതാ ചൂസ് ചെയ്യുക, ഏതാണ് സിഗ്നേച്ചർ ആണ്, സിഗ്നേച്ചർ നമുക്ക് അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രത്യേകം നോക്കേണ്ട ഇതാണ്, 50 KB മുകളിലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല, അപ്പോൾ എറർ കാണിക്കും. എന്താ നോക്ക്, നമ്മൾ ചെയ്തത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കോഴ്സ് ഡീറ്റെയിൽസ് പോവാണ്. ഓക്കെ, കോഴ്സ് ഡീറ്റെയിൽസിൽ നമുക്കിപ്പം CT എക്സാമിന് നമ്മൾ ഏതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉണ്ട്. ഈ 3 ഉണ്ട്. ഓക്കെ, അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പം അതിന്റെ ഫീസ് കാര്യങ്ങൾ എത്രയാണ്, ഇതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്. 2500 രൂപയാണ് ഫീസ് കാണിക്കുന്നത്. പക്ഷേ ആദ്യം 750 രൂപ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 750 രൂപ എന്നുള്ളതാണ്. ഓക്കെ, നോൺ കർണാടിക് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 750 എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 2500 എന്ന റേഞ്ചിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി മെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാരിഫിക്കേഷൻ 2 ഡേയ്സിനുള്ളിൽ കിട്ടുമെന്ന് തോന്നുന്നു. മൺഡേയിലേക്ക് കിട്ടുമായിരിക്കും. കിട്ടുവാണെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അഗ്രികൾച്ചർ എടുക്കുന്നവര് അവർ അഗ്രികൾച്ചർ കോട്ട ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാം സെന്റർ എവിടെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി CT എക്സാം എഴുതുന്നവര് 2 ഓപ്ഷൻ ഉണ്ട്, പ്രയോറിറ്റി 1ഉം 2ഉം കൊടുക്കാം. ഓക്കെ, അവർക്ക് അടുത്ത് ഏതാണോ ആ അടുത്ത 2 സെന്റർ കൊടുക്കാം. ബാംഗ്ലൂരോ മൈസൂരോ എവിടെയാന്ന് വെച്ചാൽ ആ സെന്റർ സെലക്ട് ചെയ്യുക. സെന്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഉള്ള ഓപ്ഷൻ കിട്ടും. എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ എല്ലാം നമ്മളിപ്പം ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് എടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവരൊരു സമയം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പിന്നെ ചേഞ്ച് ചെയ്യണം, അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ എല്ലാം നമ്മളിപ്പോൾ 7 പേജ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 7 പേജും ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ കാര്യങ്ങളൊക്കെ അത് തറയായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുള്ളൂ. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഫോം അതേപോലെ നമുക്ക് കിട്ടും. ആപ്ലിക്കേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കൊടുത്ത എല്ലാം കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് പോയി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈനും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ഫോട്ടോയും സൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ എത്തി നമ്മൾ പേയ്മെന്റിന്റെ സ്ലിപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡ് അന്ന് എക്സാമിന് പോകാനുള്ളവര് അവരത് കൂടെ കൊണ്ടുപോവുക. അല്ലാണ്ട് MBBS BDSന്റെ ആൾക്കാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അതിപ്പോ കൈവെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതിയായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നീറ്റിന്റെ എക്സാം ആയിരിക്കും ഇനി കാര്യമായിട്ട് നോക്കുന്നത്. അത് ആ സമയത്തേക്ക് കറക്റ്റ് അറിയിക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് വെരിഫൈ കഴിഞ്ഞ ശേഷം പേയ്മെന്റ് ഓപ്ഷൻ എടുത്ത് അതിലേക്ക് ഏതാണ് ഗൂഗിൾ പേ വഴിയാണോ കാർഡ് വഴിയാണോ ഏത് രീതി വേണം, നെറ്റ് ബാങ്കിങ് ഏത് വേണമെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ സർവീസ് ചാർജ് വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് പിന്നെ മനസ്സിലായിട്ടില്ല. മെയിലിന് റിപ്ലൈ വന്നിട്ടില്ല. 750 എന്ന് പറഞ്ഞത് പേയ്മെന്റ് പോകുമ്പോൾ 2500 പലരുടെയും മാറി നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും 2500 വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയമായിട്ട് നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് ഇടുക. അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ പോകുന്ന പോക്കില് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്, നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.